പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തൻ്റെ അച്ഛന് എന്തുപറ്റി എന്നുള്ള കാര്യം അന്വേഷിക്കുന്നതിനായി ഗീതു മുന്നിലേക്ക് വരികയും ഇതേ തുടർന്ന് രാധികാമ്മയെ ചെന്ന് കണ്ട് പറയുകയും ചെയ്യുന്നു കാര്യങ്ങൾ. ഇതോടെ രാധികാമ്മ, നിന്റെ അച്ഛൻ കാണാതായതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. നിനക്കത് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ നീ വിശ്വസിക്കണ്ട. എനിക്ക് അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. നിന്നെ വിശ്വസിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറയുകയും ഡാ വരുണെ വാടാ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നു. ഇത് ഗീതുവിന് അപ്രതീക്ഷിതമായ തിരിച്ചടിയായിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് ഗീതു ഗോവിന്ദിനെ ചെന്ന് കാണുന്നതും ഗോവിന്ദിനോട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നതും. അച്ഛൻ്റെ മിസ്സിങ്ങിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ തനിക്ക് ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ മനസ്സിലേക്ക് കയറി വരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം കണ്ടെത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. എനിക്ക് സത്യങ്ങൾ അറിയണം ഗോവിന്ദേട്ടാ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഗോവിന്ദ് ഇതേപ്പറ്റിയുള്ള അന്വേഷണവുമായി മുന്നിലേക്ക് പോകാൻ തയ്യാറാവുകയാണ്. പക്ഷേ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ള ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇതേ തുടർന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനായി മുന്നോട്ട് പോകുന്ന ഗോവിന്ദ് പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയാണ്. ഇതിനിടയിലാണ് വിജയലക്ഷ്മി രഞ്ജുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നത്. ഇനി കാര്യങ്ങൾ ഇങ്ങനെ മൂടി വെച്ചിട്ട് യാതൊരു ഉപകാരവുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് വിജയലക്ഷ്മി പോകുമ്പോഴാണ് വിജയലക്ഷ്മിയെ കാണുന്നതിനായി ഗീതു വിജയലക്ഷ്മിയുടെ വീട്ടിലേക്ക് വരുന്നത്. അവിടെ വെച്ചാണ് വിജയലക്ഷ്മിയുടെ ഡയറി കാണാൻ ഇടയാകുന്നത്. അപ്രതീക്ഷിതമായി ഈ ഡയറി തുറന്നു നോക്കുന്നതിനായി ഗീതു തയ്യാറാവുകയും ചെയ്യുന്നു. അതിലാണ് കാര്യങ്ങളുടെ സത്യാവസ്ഥ എഴുതി വെച്ചത്. രഞ്ജു തൻ്റെ മകളല്ല എന്നുള്ള യാഥാർത്ഥ്യം ഇതേ തുടർന്ന് തിരിച്ചറിയുകയാണ് അവിടെ വെച്ച് ഗീതു. ഇതോടെ ഞെട്ടിപ്പോകുന്ന ഗീതു തുടർന്ന് വായിച്ചതിനെ തുടർന്നാണ് അനാർക്കലിയുടെ മകളാണ് രഞ്ജു എന്നുള്ള സത്യം മനസ്സിലാകുന്നത്. ഇതോടെ ആകെ ഞെട്ടിപ്പോവുകയാണ് ഗീതു. ഉടൻ തന്നെ ഈ വിവരം എല്ലാവരെയും അറിയിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുന്നുവെങ്കിലും ഇതേ തുടർന്ന് അവിടേക്ക് കടന്നു വരുന്ന വിജയലക്ഷ്മി ഈ സത്യങ്ങൾ ഇപ്പോൾ ആരും അറിയരുത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ കാര്യങ്ങൾ ഗോവിന്ദ് അറിയുകയാണ് എങ്കിൽ അമ്മയുമായുള്ള എല്ലാ പ്രശ്നവും തീരും എന്ന് ഉറപ്പിച്ചു പറയുന്നുവെങ്കിലും അവനോട് തൽക്കാലത്തേക്ക് പറയണ്ട എന്നും പറയാനുള്ള സമയം ആയിട്ടില്ല എന്നുമുള്ള കാര്യം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് വിജയലക്ഷ്മി. ഒടുവിൽ വിജയലക്ഷ്മിയുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് കാര്യങ്ങൾ അനുസരിക്കാൻ ഗീതു തയ്യാറാവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.